എല്ലാവർക്കും നമസ്കാരം. PM സൂര്യഘർ പദ്ധതിയുടെ കീഴിൽ ചെയ്തിട്ടുള്ളൊരു പുരപ്പുറ സോളാർ പ്ലാനിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും കാണാം. ഇതൊരു ഷീറ്റിൻ്റെ മുകളിൽ, അതായത് ടെറസിൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഷീറ്റിട്ട് അതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് സാർമെപ്പ് സോളാർ, അതായത് സാർമെപ്പ് SRMEP എന്ന കമ്പനിയാണ്. നല്ല രീതിയിൽ പുരപ്പുറത്ത് നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണത്. അപ്പോൾ CP പൈപ്പ്സ് വെൽഡ് ചെയ്ത് കുട്ടി ഘടിപ്പിച്ച് എപ്പോക്സി പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ, അത്യാവശ്യം എയർ ഗ്യാപ്പും എന്നാൽ ഒരുപാട് ഉയരത്തിൽ കാറ്റ് പിടിക്കുകയൊന്നും ചെയ്യാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണത്. 3 കിലോവാട്ടിൻ്റെയാണ്. അപ്പോൾ 6 പാനലുകൾ കൂടി പുറപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് നടക്കാവുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, വാക്ക് വേ എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്തിട്ടുള്ളത് ഫൈബർ ഗ്രേറ്റിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റാണ്, വെള്ളം നിൽക്കില്ല. ഹാൻഡ് റെയിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ പാനലുകൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പ്രിങ്ക്ലർ സിസ്റ്റം അത് ഇതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ട്. മിന്നൽ ഇവിടേക്ക് വരികയാണെങ്കിൽ അത് സുരക്ഷിതമായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ മൊത്തം ഏകദേശം ഒരു 20,000 രൂപയുടെ മെറ്റീരിയലിനുള്ള സ്ട്രക്ചറാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പാനൽ ഇൻസ്റ്റലേഷൻ്റെ കോസ്റ്റിൻ്റെ മീതെ വരുന്നതാണ്. അതായത് ഏകദേശം 2 ലക്ഷം രൂപയ്ക്കാണ് പാനൽ വരുന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപയുടെ സ്ട്രക്ചർ ഇതിന് മുകളിലായിട്ട് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. സ്പ്രിങ്ക്ലർ സിസ്റ്റം അത് കൂടാതെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സുഖമായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പുറത്ത് കയറി വേറെ ആരും ഇല്ലെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ പാനലിലേക്കുള്ള വയറുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് CPVC പൈപ്പ് വഴിക്കാണ്. സ്പ്രിങ്ക്ലറിനുള്ള വെള്ളവും കൊണ്ടുവന്നിട്ടുള്ളത് CPVC പൈപ്പ് വഴിക്കാണ്. 2 പൈപ്പുകളാണ് നമ്മൾ GI ഷീറ്റിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ചെയ്തിട്ടുള്ളത്. ഷീറ്റിൻ്റെ അടിയിലുള്ള സ്ട്രക്ചർ, അതിൻ്റെ ഉത്തരത്തുമ്മലാണ് ഈ പൈപ്പ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓടിച്ചിട്ടുള്ള ഈ പൈപ്പുകൾ വഴിക്ക് വെള്ളം മുകളിലേക്ക് പോവുകയും മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സോളാർ വൈദ്യുതി താഴത്തേക്ക് വരികയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ സംവിധാനം ചെയ്തിട്ടുള്ളത്. താഴേക്ക് ചെല്ലുമ്പോൾ ഒരു DC-DB, പിന്നെ സോളാർ ഇൻവെർട്ടർ, പിന്നെ ഒരു AC-DB, ഇങ്ങനെ 3 ഉപകരണങ്ങൾ താഴെ പുറത്തൊരു പ്രത്യേകം ബോർഡ് ഉണ്ടാക്കിയിട്ട് അതുമ്മേ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സോളാർ എക്സ്പോർട്ട് മീറ്റർ ഉണ്ട്. സോളാർ എക്സ്പോർട്ട് മീറ്ററിൽ നിന്ന് KSEBയുടെ സോളാർ നെറ്റ് മീറ്റർ, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഇതിൻ്റെ കീഴിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള KSEBയുടെ മീറ്റർ പോർട്ടിനടുത്താണ്. പിന്നെ ഉള്ളത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സംവിധാനം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ്. ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളത് പുരപ്പുറത്തുള്ള ഒരു ടാങ്കിനോടനുബന്ധിച്ചാണ്. അപ്പോൾ ടാങ്കിൻ്റെ അടുത്ത് തന്നെ ഈ പമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. പമ്പ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 1 HP പമ്പാണ്. ആ പമ്പിൽ നിന്ന് ഉള്ള വെള്ളം ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ പൈപ്പിൽ കൂടെ പുരപ്പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് പൈപ്പിങ്ങാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഓണാക്കാനായിട്ട് താഴെ ഒരു ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കാണാം ഒരു ടൈമർ കൂടി ഉണ്ട്. ഈ ടൈമർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് എന്നും കൃത്യമായിട്ട് പാനലുകൾ വാഷ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പമ്പ് ഏത് സമയത്താണ് ഓണാവേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പമ്പ് ഓണാക്കി കഴിഞ്ഞു. ഇപ്പോൾ മുകളിലേക്ക് വെള്ളം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ പൈപ്പ് CPVC പൈപ്പിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ 0.8 അല്ലെങ്കിൽ 0.9 ഏകദേശം ആ വലുപ്പത്തിലുള്ള ഹോളുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം 22 അടി നീളത്തിൽ ഈ പൈപ്പുള്ളതിൽ, CPVC പൈപ്പുള്ളതിൽ മുഴുവൻ ഈ ഹോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പമ്പ് ഓണാക്കിയപ്പോൾ ഈ പാനലിൻ്റെ മീതെ വളരെ കൃത്യമായിട്ട് മുകളിലേക്ക് വെള്ളം വന്ന് വീഴുന്നുണ്ട്. ഈ വെള്ളം
ഓൾമോസ്റ്റ് ഏകദേശം ഒരു എല്ലാ ഭാഗത്തേക്കും പരക്കുന്ന രീതിയിൽ തന്നെയാണ് വീഴുന്നത്. പിന്നെ ചെറുതായിട്ട് ഇതിൻ്റെ സ്ലോപ്പും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണാം. വെള്ളം മുഴുവൻ എത്താത്ത സ്ഥലങ്ങളും കുറേശ്ശെ ഉണ്ടായിരുന്നു വരും. പക്ഷേ ഒരുമാതിരി എല്ലാം ഈ വെള്ളം ഓണാക്കുമ്പോൾ പാനലിൻ്റെ മുകളിൽ മുഴുവൻ കൃത്യമായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ആ വെള്ളം ആ ചെരുവിൽ കൂടെ പാനലിനുള്ള സ്വതസിദ്ധമായിട്ടുള്ള ചെരുവിൽ കൂടെ ഒഴുകി അത് താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് അത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ CPVC പൈപ്പ് പിടിപ്പിക്കേണ്ടത് പാനലിൽ നിന്ന് ചെറുതായിട്ടൊരകലെ, ഏകദേശം ഒരു 1.5 ഇഞ്ച് അകലത്തിലാണ് ഇതിനുള്ള ഈ PVC ഈ സ്പ്രിംഗ്ലറിനുള്ള പൈപ്പിൻ്റെ സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം അതാത് ദിവസങ്ങളിൽ വീഴുന്ന പൊടിയൊക്കെ നമുക്ക് ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം വഴി നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റും. ഇതിൽ പോരായ വരുന്ന ഭാഗം ചെറിയ രീതിയിലുള്ള ഒരു വൈപ്പ് മാതിരി ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വൈപ്പ് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വൈപ്പ് ചെയ്ത് അതിലത്തെ പൊടിയൊക്കെ ചെളിയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒരു 2 മാസം കൂടുമ്പോഴോ എങ്ങാനും വന്ന് വൈപ്പ് ഇതിൻ്റെ മീതെ ഓടിക്കുകയാണെങ്കിൽ പാനൽ വളരെ വൃത്തിയാക്കി ചെയ്യും. ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ കഷ്ടി 1.5 മാസത്തിലും മീതിയായി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല. നാച്ചുറലായിട്ട് മഴയിൽ തന്നെ നമ്മൾ ക്ലിയറായി പോകുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ സ്പ്രിംഗ്ലറും കൂടി ഓടിക്കുമ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ടിരിക്കും. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രിംഗ്ലർ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചെയ്തതായിട്ട് കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്.